താങ്ക്സ് ടു ഗോഡ് ആൻഡ് താങ്ക്സ് ടു ടെക്നോളജി. ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് എനിക്കറിയില്ല. റൈറ്റ്, മേ ബി ചിലപ്പം ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ടപ്പോ അത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചു എന്നുള്ള നന്നായിട്ട് പ്രവർത്തിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് എന്നെ ക്ഷണിച്ചതിന്റെ കാരണം. ഞാൻ രാജേഷ് കുമാർ, സ്വദേശം മലപ്പുറം ജില്ലയിലാണ്, അറ്റ് പ്രസന്റ് ഉള്ളത് കോട്ടയത്താണ്. ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുന്ന സമയത്ത്. ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു ഹൈദരാബാദ്. ഒരുപാട് വർഷം ആ മേഖലയിൽ ഞാൻ വർക്ക് ചെയ്തു. മാന്യമായ ജോലിയാണ് ടീച്ചിങ് മേഖല, അല്ലെ? സൊസൈറ്റി നല്ല റെസ്പെക്ട് ഒക്കെ കിട്ടുന്ന ഒരു ഡിഗ്നിഫൈഡ് പ്രൊഫഷൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ എന്നിട്ട് മാറി ചിന്തിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ പറ്റിയത് കൊണ്ടാണ്. നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, വരുമാനം നേടുന്നുണ്ട്. ആ വരുമാനത്തിൽ ഫാമിലിയോടൊപ്പം നല്ല രീതിയിൽ അല്ലെങ്കിൽ തരക്കേടില്ലാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടാവും, കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. ചില ആളുകൾ ചിലപ്പോൾ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസുകൾ ഉണ്ടാവും, ചില ആൾക്കാർ നല്ല രീതിയിൽ പോകുന്നുണ്ടാവും. എനിവേ, ഇങ്ങനെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു ജീവിതം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു മൊമെന്റിൽ എനിക്ക് ചില തോട്ടുകൾ വന്നു. ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുമാനം ഉണ്ടാവില്ല. എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് ആയിരുന്നു അത്. ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുമാനം ഉണ്ടാവില്ല. സോ ഞാൻ വളരെ ഡീപ്പായിട്ട് ചിന്തിച്ചു. എൻ്റെ വരുമാനത്തെ, സ്കൂൾ മേഖലയിലൂടെ കിട്ടിയിരുന്ന ആ ശമ്പളത്തെ, അതിനെ ആശ്രയിച്ചു കൊണ്ടൊരു ഫാമിലി എനിക്കുണ്ട്. എൻ്റെ വരുമാനത്തെ ആശ്രയിച്ച് കഴിയുന്ന എൻ്റെ കുടുംബം. എനിക്ക് ജോലിയില്ലെങ്കിൽ, എനിക്ക് വരുമാനമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോയാൽ, ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല. ഫിനാൻഷ്യലി അവർ സേഫ് അല്ല. ഈ ഒരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എത്ര റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പ്രൊഫഷൻ ആണെങ്കിലും ഫിനാൻഷ്യലി സേഫ് ആകാൻ പറ്റില്ലെങ്കിൽ അധ്വാനിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ഇല്ലാതെ ആയാൽ, ഇന്ന് ആദ്യമായിട്ട് ഈ ഒരു മീറ്റിംഗിൽ വന്ന ആളുകൾ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കേട്ട നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഒരു നിർബന്ധങ്ങളും ഇല്ല. പക്ഷേ നിലവിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയിലൂടെ വരുമാനമായിട്ട് ആശ്രയിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ മേഖലയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ വന്നാൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ കുടുംബം ഫിനാൻഷ്യലി സേഫ് ആണോ? ആണ് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ തുടർന്ന് ചെയ്യുക. അല്ല എങ്കിൽ ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചിന്തിക്കണം. ഫിനാൻഷ്യലി ഫാമിലിയെ നിങ്ങളുടെ അഭാവത്തിലും സേഫ് ആക്കാൻ പറ്റുന്ന ഒരു വരുമാന മാർഗം അത്യാവശ്യമാണ്. അത്രയൊക്കെ ഡീപ്പായിട്ട് നിങ്ങൾ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ, അതല്ല വരുന്നിടത്ത് കാണാം, നേരെ പോ, ഞാനില്ലെങ്കിൽ അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ, അങ്ങനെ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. റൈറ്റ്. സോ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു. ആ ജോലി മേഖല കൊണ്ട് സേഫ് അല്ല എന്ന് മനസ്സിലായപ്പോൾ മാറി ചിന്തിച്ചു. അതിനെ പറ്റി ഒരു അവസരം അന്വേഷിച്ച് നടന്ന സമയത്താണ് എൻ്റെ സുഹൃത്തും ഞങ്ങളുടെ ഈ ഓർഗനൈസേഷന്റെ മെന്റർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലെ ദ ഫാസ്റ്റസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ ആൻഡ് വിവ അഡ്വൈസറി കൗൺസിൽ മെമ്പർ മിസ്റ്റർ ജീവാനന്ദ് സാറിലൂടെ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. 2016 ജൂൺ മാസം 16-ാം തീയതിയാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ 8.5 വർഷങ്ങൾ കഴിഞ്ഞു. സോ ടീച്ചിങ് മേഖലയിൽ ഉണ്ടായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആ ജോലി ഒഴിവാക്കി ഈ ഒരു മേഖല, ഈ ഒരു ബിസിനസ് പ്രൊഫഷനായിട്ട് ഏറ്റെടുത്ത് ചെയ്തപ്പോൾ 8.5 വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിനാൻഷ്യലി വലിയ വളർച്ച ഉണ്ടാക്കാൻ പറ്റി. പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ, ഒരു വർഷം 2 ലക്ഷം രൂപ സാലറി വാങ്ങിയിരുന്ന ആളാണ് ഞാൻ. മാസം 20,000 രൂപ, ഒരു വർഷം 2 ലക്ഷം രൂപയായിരുന്നു എൻ്റെ സ്കൂളിലെ സാലറി. 8.5 വർഷങ്ങൾ കൊണ്ട് ഒരു 17 ലക്ഷം രൂപ അല്ലെങ്കിൽ 18 ലക്ഷം രൂപ മാക്സിമം സാലറി ഇനത്തിൽ കിട്ടാമായിരുന്നു. റൈറ്റ്. ആ ജോലി ഒഴിവാക്കി ഇന്ന് നിങ്ങൾ കേട്ട ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് ചെയ്തപ്പോൾ, ഈ ഒരു ഡിജിറ്റൽ പ്രോഗ്രാമിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ, ഈ 8.5 വർഷങ്ങൾ കൊണ്ട് എൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോർ ദാൻ 6 crores, 6 കോടി രൂപയ്ക്ക് മുകളിലാണ്. ചില ആളുകൾക്ക് ഒരു പക്ഷേ തോന്നാം ഇതുവരെ കേട്ടതൊന്നും അല്ല തള്ളു, ഇപ്പൊ കേട്ടതാണ് യഥാർത്ഥ തള്ളു എന്ന് തോന്നുന്നുണ്ടാവും. അങ്ങനെ തോന്നിയെങ്കിൽ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ലെവലിലാണ് ചിന്തിക്കുക, അല്ലേ? സ്വാഭാവികമായിട്ടും. പക്ഷേ ഒന്ന് തുറന്ന മനസ്സോടുകൂടി ചിന്തിച്ചു നോക്കുക. ബിസിനസ്
രംഗത്ത് ബിസിനസ് മേഖലയിൽ മാസം ലക്ഷക്കണക്കിന് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടോ ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്തുകൊണ്ട് അത്രയും ലക്ഷങ്ങൾ പ്രോഫിറ്റ് കിട്ടുന്നത്? അവരുടെ ബിസിനസ്സിന് അത്ര വലിയ വോള്യം നടക്കുന്ന ബിസിനസ് ആക്കി വളർത്തുന്നതുകൊണ്ടാണ്. ഞാൻ 8.5 വർഷങ്ങൾ കൊണ്ട് എന്റെ ബിസിനസ്സിനെ കോടികളുടെ ടേൺ ഓവർ ഉള്ള ബിസിനസ് ആക്കി മാറ്റി. അതുകൊണ്ട് മാസം ഒരു 12-13 ലക്ഷം രൂപ മാസ വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് മാറാൻ പറ്റി. ഇത് നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടും പറ്റും. അതിന് നമുക്കിവിടെ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതിനൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ, നമ്മളെ കൂടെ നിന്ന് ചെയ്യാൻ ഒരു വർക്കിംഗ് സിസ്റ്റം ഇവിടെയുണ്ട്, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. പക്ഷേ പ്രൈമറി ക്വസ്റ്റ്യൻ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ളതാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല തുടർന്ന് അങ്ങോട്ട് 5, 10, 15, 20 വർഷം ആരോഗ്യം സമ്മതിക്കുന്നിടത്തോളം കാലം തുടർന്ന് അങ്ങോട്ട് ചെയ്താൽ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റും? നിങ്ങൾ ആ മേഖല ചെയ്തുകൊണ്ടേ ഇരുന്നാലും, മാറി ചിന്തിച്ചാലും ചിന്തിച്ചിട്ടില്ലെങ്കിലും, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും 2040 എന്ന് പറയുന്ന വർഷം വരും. സത്യമാണോ അല്ലേ? ഒരു തുടക്കത്തിൽ ഇതിന്റെ ഒരു കാൽക്കുലേഷൻ, ഒരു എക്സ്പെൻസിന്റെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എവറി 20 ഇയേഴ്സിൽ ഉണ്ടാകുന്ന എക്സ്പെൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഈ ഒരു ചേഞ്ച്, ആ ഒരു മാറ്റം, അത് നിങ്ങളും ഫേസ് ചെയ്യേണ്ടതാണ്. ചില ആളുകൾ വിചാരിക്കും 2040 ആകുമ്പോഴേക്കും ഞാൻ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയാ, അങ്ങ് സമാധാനിക്കാൻ വരട്ടെ. നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ഉണ്ടാവും, അവർ ഫേസ് ചെയ്യേണ്ടി വരും. 2020 എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് 1 ലക്ഷം രൂപ മാസം ചെലവ് വരുന്ന കുടുംബത്തിന് 2040 10 ലക്ഷം രൂപ വരും. ഒരു സംശയമില്ല കാര്യത്തിൽ. ചില ആളുകൾ സമാധാനിക്കുന്നുണ്ടാവും, ഓ ഇപ്പൊ 1 ലക്ഷം ഇല്ലല്ലോ, 50,000 അല്ലേ ഉള്ളൂ. 2040 ആകുമ്പോൾ 5 ലക്ഷം ആവും. നിങ്ങളുടെ വരുമാന മാർഗമായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല തുടർന്ന് അങ്ങോട്ട് ചെയ്താൽ ഇനി വളരെ കുറച്ച് വർഷങ്ങളേ ഉള്ളൂ 2040 ആവാൻ. ഈ ഒരു ടൈം 10-16 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വരുമാനം ഈ പറഞ്ഞൊരു ഫിഗറിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല എങ്കിൽ ഇതൊരു ചാൻസ് ആണ്. പറയാൻ കാരണം 2040-കളിലാണ് ഈ പറഞ്ഞൊരു 10 ലക്ഷം രൂപയൊക്കെ മാസച്ചെലവ് വരിക എന്ന് പറയുന്നുണ്ട് അല്ലേ? 2025 മാസം 13 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടാണ് ഇത് പറയുന്നത്. അതാണ് ഈ ഓപ്പർച്യൂണിറ്റിയുടെ സാധ്യത. ഇത് തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഉള്ളൊരു തടസ്സം എന്താണ്? ഇതുപോലത്തെ കുറെ പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആളെ പറ്റിക്കുന്ന പരിപാടി, ആളെ ചേർക്കുന്ന പരിപാടി, തട്ടിപ്പ്, ഇൻവെസ്റ്റ്മെന്റ് പരിപാടി, മണി ചെയിൻ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ നാട്ടിലുണ്ട്. ശരിയാണോ അല്ലേ? യാതൊരു തർക്കവുമില്ല. പക്ഷേ തുറന്ന് മനസ്സോട് കൂടി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുക. ഈ കഴിഞ്ഞ 19-ാം തീയതി നമ്മുടെ കേരള ഗവൺമെന്റ് ഈ മേഖലയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ഇനോഗ്രേറ്റ് ചെയ്തത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഗവൺമെന്റ് ഈ മേഖലയെ അത്ര സീരിയസ് ആയിട്ട്, അത്ര കാര്യക്ഷമമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗവൺമെന്റ് പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു ഡിഗ്നിഫൈഡ് പ്രൊഫഷനാണ് ഈ ഒരു മേഖല. അധികം വൈകാതെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വരാൻ പോകുന്നു. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിന് ഇതിന്റെ ആവശ്യകത തിരിച്ചറിയാൻ പറ്റി. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഈ മേഖലയിലൂടെ സാധിക്കും. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം ഒരു മാനദണ്ഡമല്ലാതെ ഏതൊരാൾക്കും സ്വാഗതം. സത്യമാണോ അല്ലേ? പടിപടിയായി ഈ മേഖലയിലൂടെ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റും. ഞാനൊരു സാധാരണക്കാരനായ വ്യക്തിയാണ്. സാധാരണക്കാരായ ആളുകൾ സാമ്പത്തികമായിട്ട് പതുക്കെ വളരുമ്പോൾ രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യം പതുക്കെ ഇല്ലാതെയാകും. സർക്കാരിന് മനസ്സിലായി. എവറി വീക്ക്, എവറി മന്ത് കൃത്യമായിട്ട് കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിലേക്ക് ടാക്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധാരണക്കാരൻ തന്നെ ഒരു മാസം 2-2.5 ലക്ഷം രൂപയാണ് സർക്കാരിന് ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ടാക്സ് ഇനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്ത് പുരോഗമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പുരോഗമനക്കാരെ കൊടുക്കുന്ന ടാക്സ് ഉണ്ട് ആ ഡെവലപ്മെന്റിൽ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിഫറെന്റ് ഡയമെൻഷനിൽ രാജ്യത്ത് ഒരുപാട് ഉപകാരപ്രദമായിട്ട് ഒരു മേഖല. ആ മേഖലയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നെല്ലും പതിരും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കള്ള നാണയങ്ങളെ തൂത്തെറിയാനും നല്ല കമ്പനികളെ നിലനിർത്താനും അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ട ബെനിഫിറ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് ഇതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഈ പറഞ്ഞ മോണിറ്ററിംഗ് മെക്കാനിസം ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഒരു ഡിഗ്നിഫൈഡ് പ്രൊഫഷൻ. ആ
നിയമങ്ങൾ 100% പാലിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന, കഴിഞ്ഞ 11 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള, 12ാം വർഷത്തിലേക്ക് കടന്നിട്ടുള്ള വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ഇൻഡസ് വിവ. ആ കമ്പനിയുടെ വേൾഡ് ക്ലാസ് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനും അത് നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ കൂടെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങളുടെ ആ ക്ലോസ് സർക്കിളിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് ഒരു ബിസിനസ് അവസരം. അതിന് നിങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രശ്നമല്ല, പ്രവൃത്തി പരിചയം വേണമെന്നില്ല, ഷോപ്പ് വേണ്ട, സ്റ്റോക്ക് എടുത്ത് വെക്കേണ്ട, കൊണ്ടു നടന്ന് വിൽക്കേണ്ട, സമയപരിധി ഇല്ല, ഏരിയ ലിമിറ്റില്ല, ടാർഗറ്റ് ഇല്ല. പുരുഷനാണോ സ്ത്രീയാണോ നോ പ്രോബ്ലം, യങ് പേഴ്സൺ ആണോ, മിഡിൽ ഏജ്ഡ് ആണോ, അതല്ല സീനിയർ സിറ്റിസൺ ആണോ, നോ പ്രോബ്ലം. ജീവിതം ഒരു സാധാരണക്കാരനെ പോലെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോയാൽ പോരാ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ചെയ്ത് അടുത്ത തലമുറകളെ പോലും സേഫ് ആക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ നാടിന് വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദിസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ യു. ദിസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ യു. ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇതിനകത്തുണ്ട്. യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം, രാജകുമാരിയെ പോലെ ഒരു പെണ്ണിനെ കിട്ടുന്നില്ല കാര്യം, കെട്ടിയ പെണ്ണിനെ രാജകുമാരിയെ പോലെ നോക്കാൻ പറ്റണം. ഒരുപാട് മാരീഡ് ആളുകൾ ഇവിടെയുണ്ട്, അല്ലേ? കുടുംബമുള്ള ആളുകളുണ്ട്, ഭർത്താക്കന്മാരും ഒക്കെ ഇവിടെയുണ്ട്, കുട്ടികളുള്ള, ഭാര്യയുള്ള, മക്കളുള്ള ആളുകൾ ഇവിടെയുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ച് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പറ്റുവാണെങ്കിൽ ഒരു 1 മണി സമയത്തൊന്ന് എഴുന്നേൽക്കണം. രാത്രി എഴുന്നേറ്റിട്ട് ആ കട്ടിലിൽ നിന്ന് മാറി നിന്നിട്ട് കട്ടിലിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന നിങ്ങളുടെ ഭാര്യയും മക്കളെയും ഒന്ന് നോക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, ഞാനില്ലെങ്കിൽ ഇവർക്ക് ആരാ ഉള്ളത്? ഞാനില്ലാണ്ടായാൽ ഇവരെങ്ങനെ ജീവിക്കും? എന്ത് സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഇവർക്കുള്ളത്? സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ, ഈവൻ ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും പല ഭാര്യമാരും കുത്തുവാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പല ആളുകളിൽ നിന്നും. നിങ്ങൾ ഇല്ലാണ്ടായാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? പക്ഷെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇഫ് യു ആർ റിച്ച്, നിങ്ങൾ സമ്പന്നരായി കഴിഞ്ഞാൽ, പൈസയുള്ള ആളുകളാണെങ്കിൽ ഒരാളും തോണ്ടാനും ചൊറിയാനും വരില്ല. സത്യമാണോ അല്ലേ? ഈ ഓപ്പർച്യൂണിറ്റി അതിനുള്ളതാണ്. വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുക, വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുക. ജീവിത ചെലവ് ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺട്രോളല്ല ജീവിത ചെലവ്. വരുമാനം അതിനനുസരിച്ച് കൂടുന്നുണ്ടോ? ഇല്ല. ആ വരുമാനം നമ്മുടെ കൺട്രോളിലാണോ? അല്ല. എങ്ങനെ ജീവിക്കും? ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് മുസ്ലിം സഹോദരിമാർ ഇതിനകത്തുണ്ട്. ഒരു 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 പുണ്യമാസത്തിലേക്ക് കടക്കാൻ പോവാണ്, അല്ലേ? അതിന് മുന്നോടിയായിട്ട് ദൈവം പടച്ചവൻ നിങ്ങൾക്കൊരു വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസരം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും ഒരു വലിയൊരു അവസരം തന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിന് വലിയ രീതിയിലുള്ള ചേഞ്ചസ് ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയത്. എൻ്റെ ഫാമിലി, ഭാര്യ, 2 ചെറിയ കുട്ടികളുണ്ട്. അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. കാരണം ഞാൻ ഇല്ലാണ്ടായാലും എൻ്റെ ഈ ബിസിനസ് റൺ ചെയ്യും. എൻ്റെ കുടുംബത്തിന് ഈ പറഞ്ഞ വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് 8.5 വർഷങ്ങൾക്ക് മുൻപ് ജിവാൻ സാർ ഈ ഓപ്പർച്യൂണിറ്റി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റി മൈ ഡിഫറൻസ്. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവട്ടെ. നല്ല തീരുമാനമെടുക്കുക. നിങ്ങളെ എല്ലാ ആളുകളെയും ഈ ഒരു വിവാഹ കുടുംബത്തിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവ.